നമസ്കാരം. നാടിന്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്രവാസി. നമ്മളിന്ന് നാട്ടുവട്ടം വാർത്തകൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സ്കൂളിന്റെ കുട്ടികളുടെ വാർത്തകളും മറ്റുമാണ്. നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക്. ആനുകൂല്യങ്ങൾ കവർന്നെടുത്തത് സർക്കാരിന് തിരിച്ചടിയാവും. പി രാജേന്ദ്രപ്രസാദ്. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ സർവീസ് പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുത്തതിൻ്റെ ഫലം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി നേരിടുമെന്ന് DCC പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് KSSP-യെ ദക്ഷിണമേഖലാ ജാഥയ്ക്ക് കുണ്ടറ, ചാത്തന്നൂർ നിയോജകമണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF സർക്കാരിൻ്റെ അഴിമതിയും കൊള്ളയും ധൂർത്തും അവസാനിപ്പിക്കുക, വിലക്കയറ്റത്തിനെതിരെ സത്വര നടപടികൾ സ്വീകരിക്കുക, സർവീസ് പെൻഷൻകാരിൽ നിന്നും കവർന്നെടുത്ത 294 മാസത്തെ ക്ഷാമ ആശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക, വികലമായ മെഡിസിപ്പ് 2ാം ഘട്ടം പൊളിച്ചെഴുതുക, ഓപ്ഷൻ അനുവദിക്കുക, കൂടുതൽ സ്പെഷ്യാലിറ്റി ആശുപത്രികളെ പദ്ധതിയിൽ ക്യാഷ്ലെസ് ആക്കുക, 2021 പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി അനുവദിച്ചത് കുടിശ്ശികളുടെ 3ഉം 4ഉം ഗഡുക്കൾ വിതരണം ചെയ്യുക, പങ്കാളിത്ത പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി TS സലീമിൻ്റെ നേതൃത്വത്തിൽ സമരയാത്ര നടത്തിയത്. കുണ്ടറ, ചാത്തന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ കുണ്ടറ നിയോജകമണ്ഡലം പ്രസിഡന്റ് TG വർഗീസ് അധ്യക്ഷത വഹിച്ചു. ചാത്തന്നൂർ നിയോജകമണ്ഡലം സെക്രട്ടറി മധുസൂദനൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന നേതാക്കളായ KC വരദരാജൻ പിള്ള, U സുജയ്, കോട്ടാത്തല മോഹൻ, യശോധരൻ പിള്ള, രാജേന്ദ്രൻ ഭട്ടാഴി, ബാലചന്ദ്രൻ പിള്ള, പെരുമ്പുഴ ഗോപിനാഥൻ പിള്ള, ജില്ലാ പ്രസിഡന്റ് വാര്യത്ത് മോഹൻകുമാർ, സെക്രട്ടറി സോമൻ പിള്ള, G രാമചന്ദ്രൻ പിള്ള, S സരളകുമാരിയമ്മ, B അരവിന്ദ് രാജ്, CC യേശുദാസൻ, KB വിജയകുമാർ, N വത്സലൻ, D സൂസമ്മ, S മണിയമ്മ, T ശിവപ്രസാദൻ പിള്ള, J സുനിൽ ജോസ്, M ശ്രീകണ്ഠൻ നായർ എന്നിവർ സംസാരിച്ചു. കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ ബസ് കയറി പോവുകയാണ്. അവർക്ക് എന്തെങ്കിലും പ്രതീക്ഷ കൊടുക്കുവാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. കേരളത്തിലെ സർവകലാശാല ക്യാമ്പസുകളിലും കേരളത്തിലെ കോളേജുകളിലും ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ തലത്തിൽ 80,000 സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. കുട്ടികളില്ലാഞ്ഞിട്ടാണോ? കുട്ടികളുണ്ട്. അവരൊന്നുകിൽ കേരളത്തിന് വെളിയിൽ വിദ്യാഭ്യാസത്തിന് പോയി, അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളിൽ പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി പോവുകയാണ്. അപ്പോൾ വിദേശ സർവകലാശാലകളിൽ പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി പോകുമ്പോൾ മാതാപിതാക്കളായ നമ്മൾ വീട് പണയപ്പെടുത്തി ലോണെടുത്ത് 20, 25, 30, 35 ലക്ഷം രൂപ മുടക്കി അവരെ പഠിപ്പിച്ച് അവരെ അവിടെ തന്നെ സെറ്റിൽ ചെയ്യിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. അതിനർത്ഥം ഈ പഠിക്കാൻ പോകുന്ന, വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾ ഇനി തിരിച്ചു വരാത്ത അവസ്ഥയിൽ കേരളത്തെ മാറ്റിയെങ്കിൽ അതിന് കാരണക്കാരൻ കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണ്. എന്നിട്ടാണ് ഈ ബസ്സിൻ്റെ പുറത്ത് ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടത് കടലോളവും ഉറപ്പെന്നാണ്. എന്തുറപ്പ്? ഇവിടെ ജീവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കുവാനും ജീവിക്കുവാനുമുള്ള സൗകര്യം ഏർപ്പെടുത്താത്ത ഒരു മുഖ്യമന്ത്രി നൽകുന്ന ഉറപ്പ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള ഉറപ്പ് മാത്രമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. പിന്നെ മറ്റൊരു ബോർഡ് കണ്ട് സ്ത്രീ സുരക്ഷ. സ്ത്രീ സുരക്ഷയെ പറ്റി പറയാൻ പോയാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. വകുപ്പ് മന്ത്രി ട്രാൻസ്പോർട്ടിൽ ഒട്ടിച്ചിരിക്കുകയാണ് സ്ത്രീ സുരക്ഷയെ പറ്റി. ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി തന്നെ അത് ലംഘിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ആ വക കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. ഞാൻ കുട്ടികളുടെ കാര്യത്തിലേക്ക് മടങ്ങി വരികയാണ്. പാഠം സത്യം അഹിംസയും ഒത്തുചേർന്ന് മധ്യരൂപം കൃത്യമായി ചാലിച്ച വന്ദങ്ങളായവ നിത്യചൈതന്യമായി ശോഭിതയായി ഏവരും ഒന്നായി തീർന്നിടേണം, ഏകോദര മക്കളായിടേണം, ഏവരും ഒന്നായി തീർന്നിടേണം, ഏകോദര മക്കളായിടേണം, ഏതു ഘട്ടത്തിലും കോപതി
മരണത്തു പ്രഹരിക്കിലും ഏതോ മരണത്തു പ്രഹരിക്കിലും അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. വിദ്യാഭ്യാസം എന്ന ജീവിത പഠിക്കലാണെന്ന് PC വിശ്വനാഥ് എന്നുണ്ട്. വിദ്യാഭ്യാസം എന്ന കേവലം അറിവ് നേടൽ മാത്രമല്ലെന്നും അത് ജീവിതം പഠിക്കൽ കൂടിയാണെന്നും PC വിശ്വനാഥ് MLA പെരുമ്പഴ മാർ ഗ്രിഗോറിയോസ് UP സ്കൂൾ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. PTA പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മാവേലിക്കര ഭദ്രാസനം കറസ്പോണ്ടന്റ് ഫാദർ ഡാനിയൽ കച്ചേടത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഹെഡ്മാസ്റ്റർ KG സാബു, പഞ്ചായത്ത് ആരോഗ്യ സമിതി അധ്യക്ഷ സുജാത മോഹൻ, പെരുമ്പഴ ഗവൺമെൻറ് LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് J ശശികല, കുര്യൻ ചാക്കോ, സ്റ്റാഫ് സെക്രട്ടറി മോളിക്കുട്ടി, രേണുകാദേവിയമ്മ, L ശ്രീകല, സ്കൂൾ ലീഡർ കുമാരി അനാമിക, അജോയ് P ജോൺ എന്നിവർ സംസാരിച്ചു. വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കുട്ടികളുടെ മുമ്പിൽ അവർ പഠിച്ച് വലുതായി കഴിയുമ്പോൾ അവസരങ്ങളുടെ വലിയ ലോകമാണ്. പക്ഷെ ഇപ്പോഴേ അവരെ അതിന് പ്രാപ്തരാക്കുക, ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റുക, ഇതൊക്കെയാണ് സ്കൂളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. വിദ്യാഭ്യാസം ചുരുക്കി പറഞ്ഞാൽ ആത്മവിശ്വാസമാണ്. ജീവിതത്തെ നേരിടാനുള്ള ആത്മവിശ്വാസം നൽകുന്നതാണ് നമുക്ക് വിദ്യാഭ്യാസം. മാർക്കൊക്കെ വേണം. മാർക്കുണ്ടെങ്കിൽ ഉയർന്ന ക്ലാസ്സുകളിൽ പ്രവേശനം കിട്ടുള്ളൂ, പഠിക്കാൻ കഴിയുള്ളൂ. പക്ഷെ അതൊരു ഘടകം മാത്രമാണ്. മറിച്ച് നമുക്ക് ജീവിതത്തെ അഭിമുഖീകരിക്കാൻ ഉള്ള ആത്മവിശ്വാസം ക്ലാസ് മുറിയിൽ നിന്നും ആണ് കിട്ടേണ്ടത്. ആ ആത്മവിശ്വാസം നൽകുന്നവരാണ് അധ്യാപകർ. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്കുള്ള ഒരു ഗുണം, കഴിവുണ്ടെങ്കിൽ ആ കഴിവ് അറിയപ്പെടുക എന്നുള്ളതാണ്. പണ്ടങ്ങനെ ആയിരുന്നില്ല. കഴിവുണ്ടെങ്കിൽ പോലും അറിയപ്പെടാതെ പോയ എത്രയോ ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് അതല്ല, ടാലൻ്റ് ഉണ്ടോ, ആ ടാലൻ്റ് റെക്കഗ്നൈസ് ചെയ്യപ്പെടും എന്നുള്ളത് പുതിയ കാലത്തിൻ്റെ ഒരു സവിശേഷതയാണ്, ഒരു പ്രത്യേകതയാണ്. അതിന് ഒരുപാട് മാധ്യമങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് രക്ഷകർത്താക്കൾ ആരും ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, കുട്ടികളെ മറ്റൊരു കുട്ടിയുമായി താരതമ്യം ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. ആ കുട്ടിയെ നോക്കി പഠിക്കൂ, ഇവരെ നോക്കൂ, അവളെ നോക്കൂ എന്നൊന്നും പറയണ്ട. കാരണം ഓരോ കുട്ടിക്കും ഓരോ വ്യത്യസ്ത കഴിവുകളുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു കുട്ടി മറ്റൊരു കുട്ടിയുമായി താരതമ്യം ചെയ്യുന്നത് അവരോട് ചെയ്യുന്ന വലിയ തെറ്റാണ്. പകരം നമ്മുടെ കുട്ടിയെ ക്ലോസായി ഒബ്സർവ് ചെയ്യുക, അവരുടെ ഉള്ളിലെ യഥാർത്ഥ കഴിവ്, അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കുക, അവിടെ അവരെ പിന്തുണയ്ക്കുക, പ്രോത്സാഹിപ്പിക്കുക. ടീച്ചർമാർക്ക് ചെയ്യാൻ കഴിയുന്നതും രക്ഷകർത്താക്കൾക്ക് ചെയ്യാൻ കഴിയുന്നതും ഇത് തന്നെയാണ്. കണക്ട് കൊണ്ടുവര എന്ന ഒരു പദ്ധതി ആരംഭിക്കുമ്പോൾ ഇങ്ങനെയുള്ള വിപുലമായ ലക്ഷ്യങ്ങൾ നമുക്കുണ്ടായിരുന്നു. അതിനുവേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ കുട്ടികളുടെ സാഹിത്യ ഉത്സവം, ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഫെസ്റ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ സംഘടിപ്പിച്ചു. അത് ഒരുപാട് കുട്ടികളുണ്ട് കഴിവുള്ളവർ. അവർക്ക് വേദി കൊടുക്കണം, അതിനൊരു അവസരം നമ്മളായി ഒരുക്കണം എന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അതുകൊണ്ട് ഇവിടെയും
This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from class 10 and 77 are from plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimudikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. നവചേതന പട്ടികജാതി ഉന്നതി സാക്ഷരതാ തുല്യതാ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാക്ഷരതാ മിഷൻ പട്ടികജാതി ഉന്നതികളിൽ നടപ്പിലാക്കുന്ന നവചേതന പദ്ധതിയുടെ 5ാം ഘട്ട ജില്ലാതല ഉദ്ഘാടനം ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ഗോപൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ മോൾ അധ്യക്ഷത വഹിച്ചു. വികസന സമിതി അധ്യക്ഷരായ AS സവാദ്, മേരിക്കുട്ടി ജോൺ, പഞ്ചായത്ത് സെക്രട്ടറി ഷീജ മോൾ, ജില്ലാ സാക്ഷരതാ കോർഡിനേറ്റർ നിർമ്മല റേച്ചൽ ജോയ്, പഞ്ചായത്ത് അംഗങ്ങളായ ശരത്ചന്ദ്രൻ, ജഗദീശൻ, ലളിതാംബിക, മഞ്ജു സുരേഷ്, ജില്ലാ സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ B സജീവ്, പ്രേരകന്മാരായ L ഷീല, ഗ്രേസി ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAG CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. കളരി ക്ലാസുകൾ. കുണ്ടറ MBG CBM കളരിയിൽ അവധിക്കാല പരിശീലന ക്ലാസുകൾ ഏപ്രിൽ 5-ന് ആരംഭിക്കുന്നു. പേരുകൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാം. കൊല്ലം പുളിയത്തുമുക്ക് കളരിയിൽ 70 34 39 12 08 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യാം. കുണ്ടറയിൽ 94 47 11 99 80 എന്ന നമ്പറിലും വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പേരയം വനിതാമേള മാർച്ച് 15-ന്. പേരയം ഗ്രാമപഞ്ചായത്ത് വനിതാമേള 15, 16 തീയതികളിൽ നടക്കും. കുടുംബശ്രീ അംഗങ്ങൾ, ഹരിത കർമ്മസേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അംഗനവാടി ജീവനക്കാർ, വനിതാ സംരംഭകർ എന്നിവർ മേളയിൽ പങ്കെടുക്കും. 15-ന് വൈകിട്ട് 4-ന് പേരയം ജംഗ്ഷനിൽ നിന്ന് വനിതാ റാലിയോടെ വനിതാമേളയ്ക്ക് തുടക്കമാവും. ഉദ്ഘാടന യോഗത്തിനോടനുബന്ധിച്ച് വനിതാ സെമിനാറും കലാപരിപാടികളും നടക്കും. 16-ന് രാവിലെ 9-ന് വനിതാ വിപണനമേള ആരംഭിക്കും. മേളയിൽ പായസം, പാചക മത്സരങ്ങൾ, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നാടൻ ഭക്ഷണ വിഭവങ്ങളുമായി ഫുഡ് കോർട്ടും എന്നിവ പ്രവർത്തിക്കും. കലാപരിപാടികളും ആദരിക്കലും നടക്കും. നാട്ടുവട്ടം വാർത്തകൾ ഇന്നുള്ള പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന് ബാനർ പൂർത്തിയാക്കിയിട്ടുള്ള 27 ഹ്രസ്വ ചിത്രങ്ങൾ യൂട്യൂബിലുണ്ട്. നിങ്ങൾ ആ സിനിമകൾ കാണുകയും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.